പ്രായമില്ലെന്ന് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ജെൻസി തലമുറയുടെ മുന്നോട്ട് പോകും. തങ്ങളെക്കാൾ 10-15 വയസ്സിന് പ്രായക്കൂടുതലുള്ളവരുമായി പ്രണയത്തിലാകുന്നത് ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 1990കളുടെ പകുതിക്ക് ശേഷം ജനിച്ച ഈ യുവതലമുറയ്ക്ക് ഇന്ന് പ്രായത്തിൽ മുതിർന്നവരോടാണ് ആകർഷണം. ഇത് വെറുമൊരു ഫാഷനാണോ, അതോ ഇതിന് പിന്നിൽ ശക്തമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജെൻസികൾ മുതിർന്ന പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് മാനസിക പക്വതയാണ്. സമപ്രായക്കാരിലെ പക്വത കുറവും ഡ്രാമകളും ജെൻസിയെ മടുപ്പിക്കാറുണ്ട്. എന്നാൽ തങ്ങളെക്കാൾ മുതിർന്നവർക്ക് തങ്ങളെ പക്വതയോടെ നേരിടാനും വൈകാരികമായ സ്ഥിരത നൽകാനും കഴിയുന്നുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കരിയറിൽ ഒരു നിലയിലെത്തിയ വ്യക്തികൾ സാമ്പത്തികമായും മാനസികമായും കൂടുതൽ സുരക്ഷിതരായിരിക്കും. ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായ ധാരണയും ഉണ്ടാകും. വെറും തമാശകൾക്കപ്പുറം ജീവിതത്തെയും ലോകത്തെയും കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾ നടത്താനും മുതിർന്ന പങ്കാളികൾക്ക് കഴിയുന്നത് ജെൻസികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി ജെൻസി ഇതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയും ഈ പ്രവണതയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഏജ് ഗ്യാപ്പ് ദമ്പതികൾക്ക് വലിയ ഫോളോയിങ് ആണ്. ഇത്തരം ബന്ധങ്ങൾ സുതാര്യമായി പങ്കുവയ്ക്കപ്പെടുന്നത് യുവതലമുറയിൽ ഇതൊരു സ്വാഭാവികമായ കാര്യമാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന ഹാഷ്ടാഗിൽ വരുന്ന ലക്ഷക്കണക്കിന് വീഡിയോകൾ ഇതിന് ഉദാഹരണമാണ്. ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾക്കിടയിലെ പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങളും ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. മുൻപ് പുരുഷന് പ്രായം കൂടുന്നതായിരുന്നു പതിവെങ്കിൽ ഇന്ന് പ്രായം കൂടിയ സ്ത്രീകളെ പ്രണയിക്കുന്ന യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. ലേബലുകൾ ഇല്ലാതെ വ്യക്തിത്വത്തെ സ്നേഹിക്കുക എന്നതാണ് ഇവരുടെ നയം. പരസ്പര ബഹുമാനത്തിനും സ്വതന്ത്രമായ ചിന്താഗതിക്കുമാണ് ഇവർ മുൻഗണന നൽകുന്നത്. ഇത്തരം ബന്ധങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും വിലയിരുത്തലുകളുണ്ട്. സമൂഹത്തിന്റെ തുറിച്ചുനോട്ടമാണ് ഇതിലെ പ്രധാന പ്രശ്നം. പണത്തിനു വേണ്ടിയുള്ള ബന്ധമാണെന്ന ആരോപണങ്ങളും ഇക്കൂട്ടർ നേരിടേണ്ടതായി വരുന്നുണ്ട്. കൂടാതെ 2 വ്യത്യസ്ത തലമുറകളുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. പവർ ഡൈനാമിക്സ് അഥവാ ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള സാധ്യതയും ഇത്തരം ബന്ധങ്ങളിൽ മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകം മാറുന്നതിനനുസരിച്ച് ബന്ധങ്ങളുടെ രീതികളും മാറുകയാണ്. പ്രായത്തെക്കാൾ ഉപരി പൊരുത്തപ്പെടലിനും സന്തോഷത്തിനുമാണ് ജെൻസികൾ മുൻഗണന നൽകുന്നത്. ഓരോ വ്യക്തിക്കും സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇവരുടെ നിലപാട്.